Hi everyone, welcome to നട്ടപ്പാതിര വീഡിയോ. ഐ എം യുവർ അൽ ഏജൻറ്റ്. ദുബായിലായതുകൊണ്ട് അൽ ഏജൻറ്റ്, ബാറ്റ്മാൻ ഏജൻറ്റ് എന്നുള്ളത് ഞാനത് മാറ്റി. അപ്പോൾ AMMA അമ്മ താരസംഘടനയായ AMMAയിൽ മക്കളെല്ലാവരും ചേർന്ന് കൂട്ടത്തെല്ലും കുതികാല് വെട്ടും പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ തന്നെ പേര് കേട്ട കേമനിൽ കേമനായ ബബ്രാജ് ഇനി എത്രയൊക്കെ കേസ് വന്നാലും എന്തൊക്കെ ചീഞ്ഞ കേസ് സ്വന്തം പേരിലുണ്ടെങ്കിലും അധികാര കസാല എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഒറ്റ പിടിയാ നോമിനേഷൻ കൊടുത്തിട്ട്. അപ്പോൾ അതിൽ കുറേ പേര് സിൽബന്ദികൾ എന്നാണ് ഈ അടുത്ത കാലത്തായിട്ട് എനിക്ക് മനസ്സിലായത്. AMMA അസോസിയേഷനിൽ ബാബുരാജിനെ താങ്ങാൻ കുറേ സിൽബന്ദികളുണ്ട്, അതുകൊണ്ട് ബാബുരാജ് നോമിനേഷൻ കൊടുത്തു. പിന്നെ അല്ലാതെയും കുറേ പേര് കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ ജഗദീഷിനെ ഫേവർ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. ഇല്ല, സ്ത്രീകൾ ഇതിൻ്റെ മുതിർന്ന സ്ഥാനങ്ങളിലേക്ക് വരണം, അതുകൊണ്ട് ശ്വേത മേനോനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ പേരുണ്ട്. പിന്നെ ഇതിൻ്റെയൊക്കെ ഒരു തുടക്കകാലം മുതലുള്ള വൺ ഓഫ് ദി ഫൗണ്ടർ എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്തായാലും തുടക്കകാലം മുതലുള്ള ദേവൻ അങ്ങേര് നോമിനേഷൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അമ്മയും മക്കളും എല്ലാവരും കൂടി കൂട്ടത്തല്ലും പ്രശ്നങ്ങളുമാണ്. ഇതിൽ നാട്ടുകാരായ നമുക്ക് എന്ത് ഇൻവോൾവ്മെൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവരൊക്കെ ഈ പൊസിഷനിൽ എത്തിയതും ഇവരൊക്കെ ഈ കാണിക്കുന്നത് നമ്മൾ കാണേണ്ട ഒരു അവസ്ഥയിലുള്ളതും ഒക്കെ നമ്മുടെ പോക്കറ്റിൽ നിന്നുള്ള പൈസ നമ്മളെടുത്ത് കൊടുത്ത് പടം കണ്ട് വിജയിപ്പിച്ചത് കൊണ്ടും തോൽപ്പിച്ചുകൊണ്ടൊക്കെ തന്നെയാണ്. സോ നമുക്ക് ഇടാം. ഓക്കെ, അപ്പോൾ കമ്മിങ് ടു ദിസ് സ്റ്റാൻഡ്, ബസ് സ്റ്റാൻഡ്, സൂപ്പർ സ്റ്റാൻഡ് ഓഫ് ദ ഓൾ ദി സ്റ്റാൻഡ്സ് ഓഫ് ദി സ്റ്റാൻഡ്, അങ്ങനെ വേണം ഇതിന് പറയാൻ. നല്ല കൃത്യമായ നിലപാടുള്ള ഒരാളെ മാത്രമേ എനിക്കിപ്പോൾ ഈ AMMA അസോസിയേഷൻ ബന്ധപ്പെട്ടുള്ള എലക്ഷൻ പരിപാടികളിലൊക്കെ സംസാരിച്ചതിൽ കാണാൻ പറ്റിയിട്ടുള്ളൂ. അത് മിസ്റ്റർ ആസിഫ് അലിയാണ്. മത്സരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ മത്സരിക്കാൻ എനിക്ക് താല്പര്യമില്ല. കാര്യം അത്രയും വലിയ അമ്മ പോലെ ഒരു സംഘടനയുടെ നേതൃത്വത്തിലേക്ക് വരാനുള്ളൊരു ധൈര്യം എനിക്കില്ല. കാര്യം എൻ്റെ സ്വഭാവത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ എനിക്കറിയാം. അങ്ങനെ ഒരു നേതൃത്വ പാഠവുമുള്ള ആളൊന്നും അല്ല ഞാൻ. പക്ഷേ എങ്കിൽ പോലും അമ്മ എന്ന് പറഞ്ഞൊരു അസോസിയേഷൻ്റെ ആവശ്യം എന്താണെന്നും പ്രത്യേകിച്ച് അമ്മയുടെ മെമ്പേഴ്സിന് വേണ്ടിയിട്ട് അമ്മ ചെയ്യുന്നത് എന്താണെന്നും ഒക്കെ ഈ കഴിഞ്ഞ 10-14 വർഷമായിട്ട് കൂടെ നിന്ന് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും സംഘടനയ്ക്ക് നല്ലത് വരുന്ന രീതിയിലുള്ള ആളുകൾ തന്നെ മുന്നോട്ട് വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദിസ് ഈസ് കോൾഡ് എ സൂപ്പർ സ്റ്റാൻഡ്. ക്വാളിറ്റിയുള്ള ക്ലാസി ആയിട്ടുള്ളൊരു മനുഷ്യൻ, സ്വന്തം പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞു എന്നേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരാൾ ഇതിൽ വരണം എന്നുള്ള ആഗ്രഹം കൊണ്ടും ആ അസോസിയേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളതൊക്കെ ആളുകളിലേക്ക് വളരെ ഷോർട്ട് ആൻഡ് ക്രിസ്പായിട്ട് കൃത്യമായി അവനവൻ്റെ നിലപാട് പറഞ്ഞു പോയ ഒരാളാണ് ആസിഫ് അലി. ഇതേപോലെ എത്ര പേര് AMMAയിൽ ഇങ്ങനെ സംസാരിക്കാൻ പറ്റും? ഈ സംസാരിക്കാൻ പറ്റുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അടക്കം അവർ മിണ്ടില്ല. മീഡിയനെ കണ്ടു കഴിഞ്ഞാൽ ഒരു അയ്യാണ്, എന്ത് മീഡിയ ഇത് പറഞ്ഞവരും ഉണ്ടാതെ പോവും. ബട്ട് ആസിഫ് അലി മാൻ, ഇതാണ് സ്റ്റാൻഡ് എന്ന് പറയുന്നത്, നിലപാട് എന്ന് പറയുന്നത്. ഇനി ഒരു നിലപാടും ഇല്ലാതെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന KSRTC ബസ് സ്റ്റാൻഡിനേക്കാൾ തരം താഴ്ന്ന സ്റ്റാൻഡുള്ള, എങ്കിലൊരു പൊട്ടിപ്പൊളിഞ്ഞ് ഓട തള്ളി നാട്ടുകാർ വേസ്റ്റ് കൊണ്ടുപോയിടുന്ന ഒരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനേക്കാൾ സ്റ്റാൻഡില്ലാത്ത, അതായത് ഒട്ടും എൻ്റെ മുന്നേ വർത്താനം പറഞ്ഞ് ഇത് എവിടെ ചെന്ന് എത്തുമെന്ന് എനിക്കറിയാൻ പാടില്ല. അൻസിബ ഹസൻ കുറേയൊക്കെ പ്രോഗ്രസീവ്നെസ് പറയും, സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നൊക്കെ കാണിച്ചു കൂട്ടി പുകമറ ഉണ്ടാക്കി നടക്കുന്ന ഇവർ പറഞ്ഞൊരു വർത്താനമുണ്ട്. ഈ ബാബുരാജിൻ്റെ കേസിൽ ഇവരോടൊരു അഭിപ്രായം ചോദിച്ചതാണ്. ബാബുരാജ് മത്സരിക്കുന്നതിൽ സിൽബന്ദിസം എന്താണെന്നുള്ളത് ഈ വർത്താനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. നമ്മുടെ നാട്ടില് ജനാധിപത്യ രാഷ്ട്രമാണ്. നമുക്ക് ആരോപണ വിധേയരായിട്ടുള്ള ഒരുപാട് മന്ത്രിമാരുണ്ട് അല്ലേ? അപ്പോൾ നമ്മുടെ നാട്ടിൽ അവർക്ക് മത്സരിക്കാമെങ്കിൽ ആർക്കും മത്സരിക്കാം അല്ലേ? ഒരു സംഘടനയേക്കാൾ വലുതാണ് ഒരു രാഷ്ട്രം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം തന്നെയാണ് സത്യം എന്ന്. അപ്പോൾ ഈ രാഷ്ട്രത്തിൽ ആരോപണ വിധേയരായിട്ടുള്ളവർ മത്സരിക്കുന്നുണ്ടെങ്കിൽ ആർക്കും മത്സരിക്കാം. കാരണം കോടതിയാണ് തീരുമാനിക്കേണ്ടത് തെറ്റ് ചെയ്തിട്ടുണ്ടോ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത്. അൻസിബ ഹസൻ എന്തൊരു ഉപമ! അൻസിബ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ പറയുക, ഇവിടെ രാഷ്ട്രീയക്കാരായിട്ടുള്ള സ്ത്രീ വിഷയത്തിൽ കേസുകളുള്ള, ഓക്കെ, അതിങ്ങനെ കോമിട്ട് വെക്കണം അൻസിബ ഹസൻ. സ്ത്രീ വിഷയത്തിൽ കേസുള്ള ആരും എക്സിസ്റ്റിംഗ് ആയിട്ട് കോടതിയിൽ നിന്ന് വിധി വരാതെ, മനസ്സിലായില്ലേ, ഒരു കേസുള്ള ഒരാളും ഒരു പീഡന പരാതിയുള്ള ഒരു മനുഷ്യനും മന്ത്രിസ്ഥാനത്തൊന്നും ഇരിക്കുന്നില്ലല്ലോ. ഉണ്ടോ? ഒന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ
അവരിതിനു മുമ്പ് പരാതി വന്ന് അത് കോടതിയിൽ പോയി അവർ പരാതി എന്താ പറയുക വാഷ് ഔട്ടായി, അവരങ്ങനെ തെറ്റ് ചെയ്തിട്ടില്ല എന്നൊക്കെ വന്നിട്ടുള്ള ആളുകളായിരിക്കണം. ഇനി അങ്ങനെ പരാതി ഉണ്ട് എന്ന് ഉറപ്പിച്ച് അതിൽ കുറ്റക്കാരാണെന്ന് കണ്ടുപിടിച്ച ആരെയും ഇവിടെ എവിടെയും മന്ത്രിസ്ഥാനങ്ങളിൽ ഇരിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, മത്സരിക്കുന്നുണ്ടാവും, ജനങ്ങൾ ജയിപ്പിച്ചു വിടും. മന്ത്രിസ്ഥാനത്ത് റെപ്യൂട്ടഡ് ആയിട്ടുള്ളൊരു പൊസിഷനിലിരിക്കുന്ന ഒരു പൊളിറ്റീഷ്യൻ ഇപ്പോഴുള്ള ലിസ്റ്റിലുള്ള ആരും അങ്ങനെ ഒരു ആരോപണം ഉണ്ടാവും. കേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ രാജിവെച്ച് പോരാറാണ് പതിവ്, അല്ലെങ്കിൽ രാജിവെപ്പിക്കാറാണ് പതിവ്. മനസ്സിലായോ? പെണ്ണ് വിഷയം വന്നു കഴിഞ്ഞാൽ, ഒരു കേസ് വന്നു കഴിഞ്ഞാൽ അവരൊക്കെ നാട്ടുകാർ തന്നെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്, ഈ പാർട്ടിയൊക്കെ തന്നെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ബാബുരാജിനെതിരെയുള്ള കേസ് എന്താ? എന്നിട്ട് അതിൻ്റെ ഇൻറ്റൻസിറ്റി വളരെ കുറച്ച് മൈൽഡാക്കി കാണിച്ച് ജനങ്ങളുടെ മുന്നിൽ എന്തൊരു ഉപമയാണ് നിങ്ങൾ ഉപമിച്ചത്. പീഡന പരാതി എതിരായിട്ടുള്ളൊരു മനുഷ്യൻ, മനസ്സിലായ, സ്റ്റിൽ FIR എക്സിസ്റ്റിംഗ് ആയിട്ട് കോടതി പോലും തീരുമാനമാക്കിയിട്ടില്ല ആ കേസിൽ. അങ്ങനെയുള്ള ഒരാൾ മത്സരിക്കുന്നതും ഇതൊക്കെ നിങ്ങൾ ഈ താരതമ്യപ്പെടുത്തി പറയുന്നതിൽ തന്നെ നിങ്ങളുടെ സിൽബന്തിസം കുറച്ച് വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ട് ഈ സൂപ്പർ സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡ് വോട്ട് ഞാനൊന്നും പറയുന്നില്ല. ഇനി കമ്മിങ് ടു ദിസ് റീസെൻറ്റ് ന്യൂസ്, ആരൊക്കെ തമ്മിലാണ് ഫൈറ്റ് എന്നുള്ളത് ഏഷ്യൻ ന്യൂസ് പറയുന്നത് കേട്ടു നോക്കാം. ലൈംഗിക അതിക്രമ കേസുകളിലടക്കം പ്രതിയായി നിയമ നടപടി നേരിടുന്ന ബാബുരാജ് താരസംഘടനയുടെ ഏറ്റവും ഉന്നത സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിൽ അമ്മയിലെ അംഗങ്ങളെല്ലാം രണ്ട് തട്ടിലാണ്. സംഘടനയ്ക്ക് വീണ്ടും ചീത്തപ്പേരാകും ബാബുരാജിന്റെ മത്സരമെന്ന് ഒരു വിഭാഗം താരങ്ങൾ വിലയിരുത്തുമ്പോൾ ഇതിനൊന്നും ചെവി കൊടുക്കാതെ മത്സരിക്കാനുള്ള ഉറച്ച തീരുമാനത്തിലാണ് നടൻ. ഇതുവരെ പത്രിക പിൻവലിക്കാൻ ആലോചിച്ചിട്ടു പോലുമില്ല. പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ നിന്ന് നടൻ ജഗദീഷും രവീന്ദ്രനും പിൻവാങ്ങുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. ഇരുവർക്കും പുറമെ അനൂപ് ചന്ദ്രനും ജയൻ ചേർത്തലയും പത്രിക പിൻവലിച്ചേക്കുമെന്നാണ് സൂചന. അങ്ങനെയെങ്കിൽ ശ്വേതാ മേനോനും നടൻ ദേവനും തമ്മിലാകും മത്സരം. സ്ത്രീകൾക്കു വേണ്ടി സീറ്റൊഴിയുന്നത് അവരെ അവഹേളിക്കുന്നതിന് തുല്യമാണെന്ന് ദേവൻ പറഞ്ഞു. ആരോപണ വിധേയർ മത്സരിക്കാൻ തീരുമാനിച്ചാൽ അവരെ വോട്ട് ചെയ്ത് തോൽപ്പിക്കട്ടെ എന്നും ദേവൻ. അമ്മയുടെ തലപ്പത്തേക്ക് വനിതാ താരങ്ങൾ വരട്ടെ എന്ന നിലപാടിലാണ് നടൻ സലീം കുമാർ. സെക്രട്ടറിയും പ്രസിഡന്റും രണ്ട് സ്ത്രീകളാവട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. അമ്മ കൊടുക്കുന്നത് വലിയ മെസ്സേജ് ആയിരുന്നു. അതിനിടെ അമ്മ ഭരണസമിതിയിലേക്ക് മത്സരിക്കുന്ന കുക്കു പരമേശ്വരനെതിരെ നടി ഉഷാ പ്രമീള രംഗത്ത് വന്നു. ഈ കുക്കു പരമേശ്വരൻ സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് നാളിതുവരെ ഒരു വാക്ക് സംസാരിച്ചിട്ടില്ല, സ്ത്രീകൾക്ക് വേണ്ടി സംസാരിച്ചിട്ടില്ല. ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണോ അമ്മയുടെ സംഘടനയെ നയിക്കേണ്ടത്? അമ്മയെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ താങ്ങി നിർത്തിയ ആളാണ് ബാബുരാജെന്നും മത്സരിക്കുന്നതിൽ തെറ്റില്ല എന്നും ഉഷ പറഞ്ഞു. നാളെ വൈകിട്ട് 3 മണിക്ക് പത്രിക പിൻവലിക്കാനുള്ള സമയം അവസാനിക്കുന്നതോടെ അമ്മയിലെ അന്തിമ മത്സര ചിത്രം തെളിയും. അപ്പോൾ ഇതാണ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ളൊരു ന്യൂസ്. ഞാൻ പറയാലോ, ഇതിലിപ്പോൾ ജഗദീഷും കൂടി മാറി നിൽക്കുന്ന സ്ഥിതിക്ക് ഫൈറ്റ് ദേവൻ വേഴ്സസ് ഈ പറഞ്ഞ ശ്വേതാ മേനോൻ തന്നെയായിരിക്കും. അതിലിനി ദേവൻ കുറേ പത്രസമ്മേളനം നടത്തിയിട്ട് ഞാൻ എന്തിനിതിൽ വന്നു എന്നൊക്കെ പറഞ്ഞുള്ള കുറേ വേർഷൻസൊക്കെ പറയുന്നതായിട്ട് ഞാൻ കണ്ടു. ആക്ച്വലി എനിക്ക് തോന്നുന്നത് എന്താ പറയുക, ഈ ഇടയ്ക്കൊക്കെ AMMയിൽ നമ്മളെ സുരേഷ് ഗോപി അങ്ങേരുടെ പ്രസൻസ് ഭയങ്കര കൂടുതലായിട്ട് കണ്ടിട്ടുണ്ട്. കുറേ കാലമായിട്ട് അങ്ങനെ വിട്ടുവെക്കായിരുന്നു. സുരേഷ് ഗോപിയുടെ വരവോട് കൂടിയിട്ട് AMMയിൽ തന്നെ കുറേ ബെൽറ്റ് ഗോപിച്ചേട്ടൻ്റെ ബെൽറ്റായിട്ട് മാറിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ്, അതായത് AMMA അസോസിയേഷൻ ഇതുവരെ ആളുകൾ ആരൊക്കെയാണോ ഭരിച്ചിരുന്നത് അല്ലെങ്കിൽ ആരൊക്കെ കയ്യിൽ വെച്ചിട്ട് ബെൽറ്റാക്കിയിരുന്നു, അതൊക്കെ മാറി മാറി പൊളിഞ്ഞ് എല്ലാം കൂടി നമ്മുടെ സുരേഷ് ഏട്ടൻ്റെ ഗുണ്ടകളല്ല ബെൽറ്റിലേക്ക് പോയോന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ദിസ് ദേവൻ കാർഡെന്ന് എനിക്ക് പേഴ്സണലി ഒരു ഡൗട്ട് ചെയ്യാൻ തോന്നിയത് ഞാൻ പറയുകയാണ്. ഓക്കെ, ഇനി അനൂപ് ചന്ദ്രൻ ഇങ്ങനെ കഴിഞ്ഞ ദിവസം ഈ AMMേൻ്റെയാണ് തോന്നുന്നു ഈ അംഗങ്ങളുള്ള ഗ്രൂപ്പിലിട്ടുള്ളത്. അതായത് റിബൽസൊക്കെ ഉള്ള ഗ്രൂപ്പാണോ അതോ ഇനി AMMയുടെ ഗ്രൂപ്പാണോ എന്നറിയില്ല. അതിനകത്ത് കൊണ്ടുപോയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ട് പറഞ്ഞ് ദിസ് ഈസ് എക്സ്ക്ലൂസീവ്ലി ഓൺലി ഫോർ ദ മെമ്പേഴ്സ് ഓഫ് AMMA, പുറത്ത് ന്യൂസിനൊന്നും കൊടുക്കരുതെന്ന് പറഞ്ഞ് 2 നിമിഷം തങ്ങിയില്ല അതിനു മുമ്പ് ന്യൂസുകാർ സാധനം പുറത്ത് വിട്ടു. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഇതിനകത്ത് ആരോ വിശ്വസിച്ച് ഈ അങ്ങേര് കൊണ്ടുവന്ന് ഇട്ടു എന്ന് എനിക്കറിയാൻ പാടില്ല. അതോ ഇത് പുറത്ത് വരാൻ വേണ്ടിയിട്ട് മീഡിയയ്ക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇട്ടാണോ എന്നറിയില്ല. സംഗതി ബാബുരാജ് വിഷയവും പിന്നെ AMMയിൽ നടക്കുന്ന കുറച്ച് അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയായിരിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഇങ്ങനെ പറയുന്നത്. മിസ്റ്റർ ബാബുരാജ് അദ്ദേഹം മാത്രം മത്സര രംഗത്തേക്ക് തിരിച്ചു വരുന്നത് അമ്മയുടെ തലപ്പത്തേക്കാണ്, ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കാണ്. ഒരു ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യത്തിൽ നിൽക്കുന്ന ആളാണ്
മിസ്റ്റർ ബാബുരാജ്. അങ്ങനെയുള്ള ഒരാളാണോ നമ്മുടെ ഈ അമ്മ എന്ന് പറയുന്ന ഇത്രയും ശ്രേഷ്ഠമായ സംഘടനയെ നയിക്കേണ്ടത്? നാളെ പത്രസമൂഹവും പൊതുസമൂഹവും നമ്മളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ നിലവാരം ഇത്രയ്ക്കങ്ങ് ഇടിഞ്ഞു പോയോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് മറുപടി പറയും? അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള ചെയ്തികൾ ഒന്ന് വെളുപ്പിക്കണം. അതിനൊരു കസേര വേണം. അതിന് പറ്റിയ കസേരയാണ് അമ്മയുടെ ജനറൽ സെക്രട്ടറി കസേര. എങ്ങനെ ഇരിക്കുന്നത്? ഇതാണ് ഇവിടുത്തെ സീന്. മനസ്സിലായ? അതായത് ബാബുരാജിനെതിരെ അതിശക്തമായിട്ടുള്ള വികാരം ആളുകളിലുണ്ട്. സംഗതി ഈ ബാബുരാജ് ഇപ്പോൾ ഓക്കെ ഇതിൻ്റെ വൈസ് സെക്രട്ടറി അങ്ങനെ എന്തോ പൊസിഷനിലാറ്റേ ഇരുന്നേ തോന്നുന്നുണ്ട്. ഈ ചങ്ങാതി ഇതിലേക്ക് കുറേ സ്പോൺസേഴ്സിനെ കൊണ്ടുവന്നു, കുറേ ഫണ്ട് കൊണ്ടുവന്നു, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ കുറേ സാധനങ്ങളൊക്കെ പൊതുവെ ഇവരുടെ ഇടയിലൊക്കെ ഉണ്ട്, കുറച്ച് ആളുകളുടെയൊക്കെ ഇടയിൽ. എന്തുകൊണ്ട് ബാബുരാജ് ഇവിടെ കടിച്ചു പിടിച്ച് നിൽക്കുന്നു, ബാബുരാജിനെ എന്തുകൊണ്ട് കുറേ സിൽബന്ദികൾ പിന്താങ്ങുന്നു എന്നുള്ളതിൻ്റെ ഒരു റീസൺ, ഒരു സംശയമായിട്ട് ഈ അനൂപ് ചന്ദ്രൻ ഒരു കാര്യം പറയുന്നുണ്ട്. ഇടവേള ബാബുച്ചേട്ടൻ പുറത്തിറങ്ങുന്ന ആ സമ്മേളനത്തിലാണ് നമ്മൾ ആദ്യമായി സ്റ്റാളുകൾ, നമുക്ക് സമ്മാനപ്പൊതികളൊക്കെ തരുന്ന സ്റ്റാളുകൾ അമ്മ ക്ഷണിച്ചു കൊണ്ടുവന്നത്. അന്ന് കൊണ്ടുവന്നപ്പോൾ തന്നെ ഈ സ്റ്റാളുകളെ കൊണ്ടുവരുന്നത് ഒരു വലിയ അഴിമതിക്ക് കാരണമാകും, ഇനി തുടർന്നും ഇത്തരം നടപടികൾ തുടർന്നാൽ ഒരു അഴിമതിക്ക് കാരണമാകും എന്ന് നമ്മൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് അന്ന് നമ്മൾ പറഞ്ഞത്, ഇനി സ്റ്റോളുകൾ വിളിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ടെൻഡർ അടിസ്ഥാനത്തിൽ വിളിക്കണം. അപ്പോൾ ഉയർന്ന ഒരു നിരതദ്രവ്യം നമ്മൾ പ്രഖ്യാപിച്ചുകൊണ്ട് ടെൻഡർ വിളിച്ചുകൊണ്ട് ഇവരെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് എത്ര രൂപ കിട്ടുമായിരുന്നു? ഇപ്പോൾ ഓരോ സ്റ്റോളുകളിൽ നിന്ന് കിട്ടിയത് തുച്ഛമായ സംഖ്യ. മമ്മൂക്കയും ലാലേട്ടനും സുരേഷ് ഏട്ടനും എന്താ പറയുക നിവിൻ പോളിയും ടോവിനോയും പൃഥ്വിരാജും കുഞ്ചാക്കോ ബോബനും ഇങ്ങനെയുള്ള വലിയൊരു മഹാരഥന്മാരായ ഒരു കൂട്ടം ആൾക്കാരുടെ ഒരു നിര വന്ന് ഓരോ സ്റ്റാളുകളിലും കയറി ഇറങ്ങി പറയുകയാണ്, ഈ സ്റ്റോൾ നല്ലതാണ്, ഈ സ്റ്റോൾ അതാണ്, ഈ സ്റ്റോൾ നല്ലതാണ് എന്നൊക്കെ പറയുമ്പോൾ എത്ര കോടിയുടെ പരസ്യമാണ് ഓരോ സ്റ്റാളിനും കിട്ടിയത്. അങ്ങനെയുള്ള സ്റ്റാളിൽ നിന്നെല്ലാം തുച്ഛമായ ഒരു സംഖ്യ അമ്മയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ പുറത്തു വെച്ച് എത്ര രൂപയുടെ ഡീലിങ്സ് നടന്നിട്ടുണ്ടാവും? മിനിമം ഒരു സ്റ്റോളിൽ നിന്ന് 2 ലക്ഷം രൂപയുടെ ഡീലിങ്സ് നടന്നിട്ടുണ്ട് എങ്കിൽ അമ്മയുടെ കുടുംബ സംഗമത്തിനും അതുപോലെ തന്നെ ജനറൽ ബോഡിക്കും ഏകദേശം 80ഓളം സ്റ്റാളുകൾ വന്നു. 8×16 1,60,00,000 രൂപ. എനിക്ക് സംശയിച്ചൂടെ? അമ്മ അസോസിയേഷന്റെ ബൈലോ പ്രകാരം നമ്മളോട് പറയുന്നു, ഒരാൾക്ക് ഏത് സീറ്റിലേക്ക് മത്സരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ മത്സരിക്കാൻ ഒരു സീറ്റിൽ മാത്രമേ അവകാശം ഉണ്ടായിരിക്കുകയുള്ളൂ. അങ്ങനെ ഏത് സീറ്റിലേക്ക് മത്സരിക്കണമെങ്കിൽ 6 നോമിനേഷൻ പേപ്പർ തരണമല്ലോ. അങ്ങനെ 6 നോമിനേഷൻ പേപ്പറുകൾ നമുക്ക് പണ്ട് കിട്ടിയിരുന്നു. 6 നോമിനേഷനുകൾ നമ്മൾ സമർപ്പിച്ചിരുന്നു. ഇപ്രാവശ്യം ബാബുരാജ് ഏകപക്ഷീയമായ ഒരു തീരുമാനമെടുത്തു. 3 നോമിനേഷൻ പേപ്പറെ നൽകുകയുള്ളൂ. 3 നോമിനേഷൻ പേപ്പറെ നൽകുകയുള്ളെങ്കിൽ ഒരാൾക്ക് 3 സ്ഥാനത്തേക്ക് മത്സരിക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ ഓരോ ആൾക്കാരും, ഇവർക്ക് എതിരാളികളായിട്ടുള്ള ആൾക്കാർ ഏതേത് സ്ഥാനത്തേക്കൊക്കെയാണ് മത്സരിക്കാൻ പറ്റുക, അവർ ഏതൊക്കെ സ്ഥാനത്തിലേക്കാണ് മത്സരിക്കുക എന്ന് ഇവർക്ക് മുൻകൂട്ടി ഗസ് ചെയ്തുകൊണ്ട് അവരുടെ വഴിയടക്കാനുള്ള പ്ലാനായിരുന്നു അത്. ഞാനത് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരോട് പറയുകയും ശണ്ട കൂടുകയും ചെയ്യുന്ന അടിസ്ഥാനത്തിൽ വീണ്ടും 6 നോമിനേഷൻ പേപ്പർ അനുവദിച്ചു. നമുക്കെല്ലാം തന്ന സർക്കുലേഷൻ പേപ്പറിൽ 3 അനുവദിക്കൂ എന്ന് പറയാൻ ബാബുരാജിന് എന്താണ് അധികാരം? ഇലക്ഷൻ എന്താ പറയാ, നടപടികൾ നിയന്ത്രിക്കുന്ന ആ വക്കീലിന് എന്താണ് അധികാരം? കേട്ടല്ലോ. സ്റ്റാളുകൾ സമ്മാനപ്പൊതികൾ പ്രക്രിയ വഴി പൈസ മുക്കിയിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ അനൂപ് ചന്ദ്രൻ ചോദിക്കുന്നത്. ആൻഡ് ബൈ ദ വേ, ഈ ബാബുരാജ് മത്സരിക്കുന്നതിന് എഗെയിൻസ്റ്റ് ആയിട്ട് വിജയ് ബാബു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. വെൻ ഐ വാസ് അക്യൂസ്ഡ് ഓഫ് ഐ സ്റ്റേഡ് അവേ, ബാബുരാജ് ഷുഡ് സ്റ്റേ അവേ ഫ്രം AMMA election this time since he has multiple cases pending against him. Let him prove otherwise and come back. Why the hurry to stay when there are many of other efficient people to lead the organization like you did, which I am not debating. Organization is better than any individual and it will stay strong. Baburaj, please don't take it personally. I also believe let the woman take over this time for a change എന്ന് പറഞ്ഞിട്ട് അങ്ങേരുടെ ഒരു പോസ്റ്റ് ഞാൻ ഇവിടെ സൈഡിൽ വയ്ക്കുന്നുണ്ട്. ആൻഡ് മാൻ, ഇനി ഞാൻ വയ്ക്കാൻ പോകുന്നത് നമ്മുടെ ഇങ്ങേരുടെ ഹൈദർ അലി.
ഇങ്ങനെ ഈ AMMയുടെ കാര്യങ്ങളൊക്കെ പറയുന്നതിന് AMMയുടെ അകത്ത് തന്നെയുള്ള ആൾക്കാർക്ക് കുറച്ച് ആൾക്കാർക്ക് കടിയുണ്ട്. നീ എന്തിനാണ് പറയുന്നത്? AMMയുടെ പല ഫംഗ്ഷനും പൈസ കൊടുത്ത് വാങ്ങിയിട്ട് ആണ് ഇങ്ങനെ പ്രോഗ്രാം ചെയ്യാറ്. പൈസ അങ്ങേരുടെ വാങ്ങാറില്ല. അങ്ങേർക്ക് ആരും ഓച്ചാരം കൊടുത്തിട്ടല്ല അങ്ങേര് പറഞ്ഞ AMMയിൽ കയറി ഇരിക്കാറോ, അല്ലെങ്കിൽ ചിലർ പറയുന്നത് ഇങ്ങനെ വലിഞ്ഞു കയറിച്ചില്ലെന്ന്. കാശ് കൊടുത്ത് പ്രോഗ്രാം വാങ്ങുന്നതുകൊണ്ടാണ് അങ്ങേര് പ്രോഗ്രാം ചെയ്യുന്നത്. അങ്ങേര് വഴി തന്നെയാണ് ഇപ്പോൾ ഈ സംഘടന റിലേറ്റഡ്, സംഘടന റിലേറ്റഡ് ആയിട്ട് കുറേ ന്യൂസുകൾ പുറത്തും വരുന്നത്. അങ്ങനെ വന്നൊരു ന്യൂസാണ് GST പെൻഡിങ് ഉണ്ട്. 7-8 കോടി രൂപ. അമ്മയിൽ കോടതിയിൽ നിന്നും ഒരു കേസ് വന്ന് കിടപ്പുണ്ട്. GST കുടിശ്ശിക. ആ GST കുടിശ്ശിക നിസ്സാര കുടിശ്ശികയല്ല. അതിൽ GST കുടിശ്ശികയായിട്ട് പറയുന്നത്, ഞാനത് എഴുതി വെച്ചായിരുന്നു. GST കുടിശ്ശിക എത്രയാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. സൂര്യ TV പരിപാടി നടക്കുമ്പോഴുള്ള കുടിശ്ശികയാണ് കേട്ടോ. 7 കോടി രൂപ നോട്ടീസ് വന്നിരിക്കുകയാണ്. 30 ദിവസത്തെ അവധിയാണ്. ഇപ്പം ഇലക്ഷൻ വരികയാണ്, 30 ദിവസം അവധി വെച്ചിരിക്കുകയാണ്. സൂര്യ TV ഷോ നടക്കും. എത്രയോ വർഷം മുമ്പ് സൂര്യ TV ഷോ നടക്കുന്ന കാലം തൊട്ടുള്ള GSTയുടെ കുടിശ്ശിക അമ്മയിലിരുന്ന ഭരണസമിതികൾ അടച്ചിട്ടില്ല. അതൊക്കെ അമ്മയിൽ ഭരണസമിതിക്കാർക്ക് ഉത്തരവാദിത്തമുണ്ട്. വേറൊരു 2 കോടി രൂപ വനിതാ അവാർഡ് ഫംഗ്ഷൻ എന്തോ നടത്തിയതിൻ്റെ 2 കോടി രൂപ. അപ്പോൾ 7 കോടി 2 കോടി 9 കോടി രൂപ GST ഇനത്തിൽ അടയ്ക്കാനുണ്ട്. കോടതിയിൽ നിന്ന് പേപ്പർ വന്നിരിക്കുകയാണ്. അമ്മ ഇത്രയും അധ്വാനിച്ച് പല ആളുകളും ഡാൻസ് ചെയ്തും പാട്ടുപാടിയും ഓരോ ഷോ ചെയ്തും ഉണ്ടാക്കിയ ആ സംഭവത്തിൻ്റെ GST അടയ്ക്കാത്തതുകൊണ്ട് അത് ജപ്തി എന്ന് വേണമെങ്കിൽ പറയാം. കോടതിയിലേക്ക് ഈ നിയമപ്രകാരം ചാരിറ്റി ആയതുകൊണ്ട് സർക്കാരിലേക്ക് കണ്ടുകെട്ടേണ്ടി വരും. ചില്ലറ പൈസയൊന്നുമല്ല പെൻഡിങ്. ഇത്രയും പൈസ പെൻഡിങ് ഉണ്ട്. ഇപ്പോൾ ആകെ AMMയുടെ അക്കൗണ്ടിൽ പറയപ്പെടുന്നത് കേൾക്കുന്നത് 7-8 കോടി രൂപയാണ്. അത് ഫുള്ളെടുത്തിട്ട് ഇനിയിപ്പോൾ GST പെൻഡിങ് അടച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനൊന്നും കാണില്ല. പിന്നെ വല്ല മെഗാമേള ഇനിയും വെച്ചിട്ട് എന്ത് ചെയ്യണം? മെഗാ സംഗമം, മെഗാ ഷോ ഒക്കെ വെച്ചിട്ട് ഇനി പൈസ ഉണ്ടാക്കേണ്ട ഒരു അവസ്ഥയാണ്. ദേവൻ കഴിഞ്ഞ പ്രസ് മീറ്റിൽ AMMയിൽ വന്നു പോയ ഫണ്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ നോക്കിയപ്പോൾ ഈ 31 വർഷം നമ്മൾ എല്ലാ വർഷങ്ങളും ഒരു ആവറേജ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഈ അമ്മ എന്ന സംഘടനയുടെ ഫണ്ടിൻ്റെ വരവ് ഒരു വർഷം ആവറേജ് ആയിട്ട് 8 കോടി ഉറുപ്പിയോളം നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഒരു വർഷം. അപ്പോൾ ആദ്യത്തെ നമ്മളൊരു 2-3 വർഷം മാറ്റി നിർത്തിക്കൊണ്ട് അതിന് ശേഷം വന്നിട്ടുള്ള എല്ലാ ഈ സ്റ്റാർ നൈറ്റിനും സ്റ്റാർ ഷോക്കിനും ഒക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് അറൗണ്ട് ഒരു ആവറേജ് 8 ക്രോർസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഏതാണ്ട് ഞാൻ കണക്ക് കൂട്ടിയപ്പോൾ 248 കോടി ഉറുപ്പിയോളം ഈ കഴിഞ്ഞ 31 വർഷത്തിനുള്ളിൽ അമ്മ സ്വരൂപിച്ചിട്ടുണ്ട്. ഇപ്പോൾ അമ്മയുടെ ബാങ്ക് ബാലൻസ് എന്ന് പറയുന്നത് 8 ക്രോർസാണ്, 8 കോടിയാണ്. അപ്പോൾ 248 കോടി ഉറുപ്പിക സമാഹരിച്ചിട്ട് 8 കോടിയിലേക്ക് നിൽക്കുന്നു. അപ്പോൾ ഈ പണമെല്ലാം ഉപയോഗിച്ചത് ഇവിടുത്തെ കഷ്ടപ്പെടുന്ന ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടാണ്. അല്ലാതെ ഈ ഒരു സംഘടന എന്ന് പറയുന്നത് മോഹൻലാലിനോ മമ്മൂട്ടിക്കോ സുരേഷ് ഗോപിക്കോ ദിലീപിനോ പൃഥ്വിരാജിനോ വേണ്ടിയിട്ടുള്ളതല്ല. പക്ഷേ അവരുടെ സേവനങ്ങളാണ്. അവരില്ലെങ്കിൽ അമ്മയില്ല. കാരണം ഫണ്ട് ഉണ്ടാവണമെങ്കിൽ അവർ വേണം. അങ്ങനെയാണ് അത്രയും വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 30 കൊല്ലം കൊണ്ട് 248 കോടി രൂപ ഒരു കൊല്ലം ഒരു 10 കോടി അറൗണ്ട് സമ്പാദിക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു സംഘടനയുടെ തലപ്പത്ത് വരാൻ പലർക്കും താല്പര്യം കാണൂടെ? കാണാതിരിക്കൊന്നുമില്ല. എല്ലാം കറക്റ്റ് കൈകളിലെത്തി കറക്റ്റ് കാര്യങ്ങൾ പോയാൽ ഇറ്റ്സ് ഗുഡ് ആൻഡ് ബെറ്റർ. ബാബുരാജ് എന്നുള്ളൊരു പേര് കേൾക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ബാബുരാജിൻ്റെ സെറ്റപ്പൊക്കെ അറിയുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഇത് ബാബുരാജ് വരുന്നതിലുള്ള പ്രശ്നം ഇതായിരിക്കും, വന്നാൽ അടിച്ചു മാറ്റുമോ എന്നുള്ളൊരു സംഗതി തോന്നുമായിരിക്കും. നേരത്തെ അനൂപ് ചന്ദ്രൻ പറഞ്ഞ പോലെ എവിടെയൊക്കെ എന്തൊക്കെ രീതിയിൽ എന്തൊക്കെ കൊണ്ടുപോകും എന്നുള്ളൊരു സംഗതി ചിലപ്പോൾ തോന്നും. അതൊക്കെ ആയിരിക്കും ഇവിടെ ചിലപ്പോൾ ചിലരുടെ മൈൻഡിൽ കൂടി പോകുന്നത്. അല്ല, ബാബുരാജ് മര്യാദയ്ക്കാണ് ചെയ്യുന്നതെന്ന് തോന്നുന്ന ആൾക്കാർ അപ്പുറത്തുനിന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ബിക്കോസ് ഇങ്ങനെ കേസുള്ള ഒരാളെ പിടിച്ചിട്ട് അങ്ങനെ അയാൾ ചെയ്യുന്നൊന്നും പറഞ്ഞിട്ട് ആർക്കും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. മനസ്സിലായോ? അപ്പോൾ പിന്നെ ബാബുരാജ് മാറി നിൽക്കുക എന്നുള്ള ഒരു ആവശ്യം അവർ ഉന്നയിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് വെൽ ആൻഡ് ഗുഡ്. എന്നാൽ ഇത്രയും ഫണ്ട് വരുന്ന സ്ഥലത്ത് ഇത്രയും കേസൊക്കെ ഉള്ള ഒരാളെ പിടിച്ചെടുത്താൽ ആർക്കും ഒരു താല്പര്യം കാണില്ല. ഓക്കെ, അപ്പോൾ സ്വയമേ മാറി നിൽക്കാതെ ഇനിയും വന്ന് നിന്ന് അയാൾ നോമിനേഷൻ പിൻവലിച്ചിട്ടില്ല, നാളെ പിൻവലിക്കുമെന്ന് അറിയില്ല. ഓക്കെ, എന്തായാലും അതൊക്കെ നമുക്ക് കാണാം. അതൊക്കെ ഒരാളുടെ താല്പര്യമാണ്. കുറച്ചെങ്കിലുമൊക്കെ ഒരു ഇത് വേണ്ടത്. ഇനി ദേവൻ വേറൊരു കാര്യം കൂടി പറഞ്ഞു. ഇതാണ് എനിക്ക് വളരെ പിൻ പോയിൻ്റ് ആയിട്ടുള്ള സംഗതിയായിട്ട് തോന്നിയത്.
ഇപ്പോൾ ഈ വനിതാ റിസർവേഷൻ ബില്ലോ അല്ലെങ്കിൽ വനിതാ റിസർവേഷൻ ആക്ട് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അത് റിസർവേഷൻ ആവരുത്. അത് അവരുടെ റൈറ്റാണ്, സ്ത്രീകളുടെ റൈറ്റാണത്. ഈക്വൽ റൈറ്റ് ആണ്. 50% സ്ത്രീകളുടെ റൈറ്റാണത്. ദേ ഹാവ് ടു ഫൈറ്റ് ഇറ്റ് ഔട്ട് ആൻഡ് ഗെറ്റ് ഇറ്റ്. അല്ലാതെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്നത് വെച്ചാൽ, ജഗദീഷ് എന്താ പറയുന്നത് വെച്ചാൽ, ഞങ്ങൾ ഈ സ്ത്രീ സ്വാതന്ത്ര്യത്തിനും സ്ത്രീ പ്രാതിനിധ്യത്തിനും വേണ്ടിയിട്ട് ഞാൻ എൻ്റെ സീറ്റ് മാറുന്നു, എന്നിട്ട് ആ സീറ്റിലേക്ക് ശ്വേതാ മേനോൻ പോയിരുന്നാൽ ശ്വേതാ മേനോട് അത് നാണക്കേടല്ലേ? അല്ല, സ്ത്രീകൾക്ക് നാണക്കേടല്ലേ? കാരണം ഒരു പുരുഷൻ്റെ ഒരു ഔദാര്യമാണത്. അല്ലല്ല, സ്ത്രീകൾ എന്ന് വെച്ചാൽ ദേ ഹാവ് ടു ഫൈറ്റ് ഇറ്റ് ഔട്ട്. അല്ലാതെ ഞാൻ മാറുന്നു, നമ്മുടെ ശ്വേതാ മേനോൻ ഇരുന്നോളൂ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ശ്വേതാ മേനോനൊരു അതൊരു ഇൻസൾട്ട് അല്ലേ? ഇറ്റ്സ് എൻ ഇൻസൾട്ട് ടു ശ്വേതാ മേനോൻ, ഇറ്റ്സ് എൻ ഇൻസൾട്ട് ടു വിമൻഹുഡ് അല്ലേ? കറക്റ്റ് കാര്യമാണ് ഇങ്ങനെ പറഞ്ഞത്. അതായത് ചുമ്മാ വൈദ്യകൾ വരണമെന്നുണ്ടെങ്കിൽ അവർക്ക് വെറുതെ തന്നെ വിട്ടുകൊടുക്കുന്നതിനേക്കാൾ നല്ലത് ലെറ്റ് ദം ഫൈറ്റ് ഇറ്റ് ഔട്ട്. 50-50 അല്ലേ? മനസ്സിലായോ? സംഗതി ഒരു പക്ക പിൻ പോയിൻ്റ് കാര്യമാണ് പറഞ്ഞത്. പിന്നെ ഈ ശ്വേത ചേച്ചി അടക്കമുള്ളവർ വന്നാലും തലപ്പത്ത് വന്നാലും ഹോൾഡ് ഈ പറഞ്ഞ ലാലേട്ടൻ, മമ്മൂക്കാട്ടി, ഇവിടെ ഇനി ആര് വന്നാലും AMMA അസോസിയേഷൻ ഇനി കുറച്ച് കാലം അങ്ങോട്ട് ലാലേട്ടൻ, മമ്മൂക്ക, പൃഥ്വിരാജ് അങ്ങനെ പോവുള്ളൂ. സുരേഷ് ഗോപി അങ്ങനെ പോവുള്ളൂ. ആ ബെൽറ്റ് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ആൾക്കാർ വെറുതെ കയറി ഇരിക്കുന്നുള്ള സെറ്റപ്പ് തന്നെ ഉണ്ടാവുള്ളൂ. സംഗതി പിടിവള്ളിക്ക് വരെ തന്നെ ആയിരിക്കും. അവർ പ്രത്യക്ഷത്തിൽ വരുന്നില്ല. ലാലേട്ടൻ മാറുമ്പോൾ ലാലേട്ടൻ മാറി, ഇത്രയേ ഉള്ളൂ സംഗതി. എൻഡ് ഓഫ് ദ ഡേ ഇവരൊക്കെ തന്നെ ആയിരിക്കും ഇതിന് തലപ്പത്തിരിക്കുന്നത്. ഇതാണെങ്കിലും ഒരു അസോസിയേഷനും പൊളിഞ്ഞു പോകാൻ പാടില്ല. ഓക്കെ, നാട്ടുകാർക്ക് എന്തിനും ഇതിനൊരു ക്യൂരിയോസിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ പൈസയ്ക്ക് വലുതായ ആൾക്കാരല്ലേ അവരൊക്കെ. അപ്പോൾ ഇവിടെ എന്ത് നടക്കണമെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി നമുക്ക് കാണും. പിന്നെ ബാബുരാജിനെ പോലെ ഇത്രയും കേസും കൂട്ടുള്ള ആൾക്കാർ ക്യാഷ് ഉളുപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഈ പരിപാടിക്ക് പോകാതിരിക്കുക, മത്സരിക്കാതിരിക്കുക. പിന്നെ അൻസിബേനെ പോലെ സ്റ്റാൻഡുള്ള ആൾക്കാർ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് സിൽബന്തിസം എന്നല്ല, അതിന് കൂടുതലൊന്നും പറയാനുമില്ല.